അക്കച്ചങ്ങാതിമാരായ കോൺഗ്രസിനെയും ബി ജെ പിയെയും പോലെ സീഡും സൈനും സയാമീസ് ഇരട്ടകളായ തട്ടിപ്പ് സംഘടനകളാണ്. പകുതി വിലക്ക് സാധനങ്ങൾ നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ ഇക്കൂട്ടർ വഞ്ചിച്ചിരിക്കുന്നത്. സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും സൈക്കിളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നൽകുമെന്നാണ് വാഗ്ദാനം. ഇതിലൂടെ ഏതാണ്ട് 1000 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. സർദാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി അഥവാ സീഡ്, സൊസൈറ്റി ഫോർ ഇൻ്റഗ്രേറ്റഡ് ഗ്രാൻഡ് സൈൻ എന്നീ NGO കോൺഫെഡറേഷനുകളുടെ പേരിലാണ് അക്കൗണ്ട് വഴി പണം തട്ടിയെടുത്തത്. കണ്ണൂർ ജില്ലയിൽ മാത്രം 2000-ഓളം ആളുകളെയാണ് വഞ്ചിച്ചത്. 60,000 രൂപ വരെയുള്ള തുകയാണ് ഈ സംഘം ഇത്തരം ആളുകളിൽ നിന്ന് കവർന്ന് കൊണ്ടുപോയത്. ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരുടെ സഹായം കൂടി ഉണ്ടായതുകൊണ്ടാണ്. സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ട് ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾക്ക് നൽകിയത് അങ്ങേയറ്റ തെറ്റാണ്. ഒരു ഭാഗത്ത് CSR എന്ന പേരിൽ നാടിൻ്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി വിനിയോഗിക്കേണ്ട പൊതുപണം പൊതുമേഖലയിൽ നിന്നും തട്ടിയെടുക്കുക, കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കുന്നതും യഥാർത്ഥത്തിൽ ആദായ നികുതി വകുപ്പ് മുഖേന സർക്കാരിന് ലഭിക്കേണ്ട നികുതി വെട്ടിക്കുറക്കുന്നതാണ്. കാരണം CSR ഫണ്ട് നൽകിക്കഴിഞ്ഞാൽ ആദായ നികുതി വകുപ്പുകാർക്ക് അതിൻ്റെ കണക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ ഫലത്തിൽ ജനങ്ങളുടെ പണമായി സർക്കാരിൻ്റെ വിവിധ സ്ഥാപനങ്ങൾ വഴിയോ സർക്കാരിലേക്ക് എത്തേണ്ട നികുതിയോ ചോർത്തിക്കൊണ്ടുള്ള CSR ഫണ്ടാണ് ഇക്കൂട്ടർ ഇതിനു വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത്. അതോടൊപ്പമാണ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് വഞ്ചിച്ച് വാങ്ങിയെടുത്ത പണവും. ഇത് രണ്ടും അതീവ ഗൗരവമായ ഒരു കാര്യമാണ്, നിസ്സാരമായി കാണാൻ കഴിയില്ല. ആദ്യകാലത്തൊക്കെ ഇത്തരത്തിലുള്ള ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾ ജീവകാരുണ്യ സേവന മേഖലയിലേക്കൊക്കെ ഞങ്ങൾ ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നാട്ടിൽ വലിയ സംശയത്തിന് ഇട നൽകിയിരുന്നു. അത് പലരും അന്ന് ആശങ്ക പ്രകടിപ്പിച്ചതാണ്. പകുതി വിലക്ക് എങ്ങനെയാണ് സ്കൂട്ടറും സൈക്കിളും ലാപ്ടോപ്പും തയ്യൽ മെഷീനും കൊടുക്കാൻ കഴിയുന്നത്? കമ്പനികൾ അതിൻ്റെ മാനുഫാക്ചറിങ് നിരക്ക് കണക്കാക്കിയാൽ പോലും പകുതി വിലക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ. ബാക്കി പകുതി തുകയെന്ന് പറയുന്നത് ഈ തട്ടിപ്പ് സംഘം വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കൊടുക്കുന്നതല്ലല്ലോ. അപ്പോൾ പകുതി തുക ജനങ്ങളിൽ നിന്ന് വാങ്ങുകയും പകുതി തുക ഇതുപോലെയുള്ള CSR ഫണ്ട് വഴി ചോർത്തിയെടുക്കുകയും. അപ്പോൾ ഒരു ഭാഗത്ത് ജനങ്ങളെ വഞ്ചിച്ചു, മറുഭാഗത്ത് നമ്മുടെ പൊതു പണം ദൂർത്തടിച്ചു കൊണ്ടുപോയി. CSR ഫണ്ട് എന്തിനു വേണ്ടി വിനിയോഗിക്കണം? ഇത് സമൂഹത്തിന് ഗുണകരമായ പദ്ധതികൾക്ക് വേണ്ടിയാണ്. പണ്ട് കാലത്തൊക്കെ LIC കുടിവെള്ള പദ്ധതിക്കാണ് CSR ഫണ്ട് വിനിയോഗിച്ചത്. നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ് മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ KK രാഗേഷ് MP ആയിരുന്ന ഘട്ടത്തിൽ CSR ഫണ്ട് വിനിയോഗിച്ചത് അതിനെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമാക്കിയിട്ട് മാറ്റാനാണ്. ഡോക്ടർ V ശിവദാസൻ MP ആയപ്പോൾ അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ ലൈബ്രറികളില്ലാത്ത വാർഡുകളിൽ ലൈബ്രറി ആരംഭിക്കാൻ വേണ്ടി പീപ്പിൾസ് മിഷൻ എന്ന പേരിൽ ആരംഭിച്ച ഒരു ജനകീയ പ്രസ്ഥാനമുണ്ട്. അതും യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ ഗ്രന്ഥാലയങ്ങൾ ആരംഭിക്കാൻ വേണ്ടി, ജനകീയ സർവകലാശാലകൾ ആരംഭിക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കുകയാണ് ചെയ്തത്. അതൊക്കെയാണ് CSR ഫണ്ട് ചെലവഴിക്കൽ.
CSR ഫണ്ട് ഇങ്ങനെയുള്ള സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി വിനിയോഗിക്കേണ്ട തുകയാണ് തട്ടിയെടുക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമ ഭേദഗതി കൊണ്ടുവരണം. നമുക്കെല്ലാം അറിയാമല്ലോ, അതിതീവ്ര ദുരന്തമായി കേന്ദ്ര ഗവൺമെന്റ് അതിശക്തമായ പ്രക്ഷോഭം കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ അവസാനം അതിതീവ്ര ദുരന്തമായി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ 13-ാം വകുപ്പ് പ്രകാരം പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ തുറന്നു ചെയ്യേണ്ട ഒരു കാര്യമാണ് CSR ഫണ്ട്. ഈ ദുരന്തത്തിന് ഇരയായവരുടെ പുനരധിവാസത്തിന് വേണ്ടി അനുവദിക്കൽ. അതിനൊന്നും പണം അനുവദിക്കാൻ കേന്ദ്രം തയ്യാറല്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നോ വൻകിട കമ്പനികളിൽ നിന്നോ ഈ CSR ഫണ്ട് വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി നൽകാൻ തയ്യാറായില്ല. എന്നാൽ തട്ടിപ്പ് സംഘത്തിന്, അതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് പണം തട്ടിയെടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. ഒരു ഭാഗത്ത് BJPയുടെ സംസ്ഥാന നേതാവ് സൈൻ എന്ന് പറയുന്ന തട്ടിപ്പ് സംഘടനയുടെ ചെയർമാൻ സ്ഥാനം അലങ്കരിക്കുകയും മറുഭാഗത്ത് അദ്ദേഹം സീഡിൻ്റെ ഉപദേശകനായി പ്രവർത്തിക്കുകയുമാണ് ചെയ്തത്. ഇത് അദ്ദേഹം നടത്തിയ തട്ടിപ്പിൻ്റെ വ്യക്തമായ ഒരു തെളിവാണ്. നമ്മുടെ ജില്ലയിൽ നിന്നൊരു കോൺഗ്രസ് നേതാവ് ഈ തട്ടിപ്പ് സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അത് മാടായി ബ്ലോക്ക് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. സംസ്ഥാന അടിസ്ഥാനത്തിൽ ഈ തട്ടിപ്പിന് നല്ല സഹായം ചെയ്തു കൊടുത്തത് ലീഗൽ അഡ്വൈസർ എന്ന പേരിൽ ഒരു കോൺഗ്രസ് നേതാവാണ്. അവരുടെ അക്കൗണ്ടിലേക്ക് ഈ തട്ടിപ്പ് സംഘത്തിന് കിട്ടുന്നത് പോലെയുള്ള തുക ലഭിക്കുന്നുണ്ട് എന്നത് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ആകെ കേസെടുത്തതിൽ 9 കേസും കണ്ണൂരിലാണ്. ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെട്ടവരും കണ്ണൂരിലുള്ളവരാണ്. ഇനിയും പരാതികൾ ഒരുപാട് പോലീസിന് കൊടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെയും പരാതിയുമായി വഞ്ചിതരായവർ ജില്ലാ കലക്ടറേറ്റിലും ജില്ലാ പോലീസ് മേധാവികളുടെ അടുത്തും എത്തിയിട്ടുണ്ട്. എന്നാൽ തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കളെ പിടികൂടിയിട്ടില്ല. നേതാക്കൾ കൂടി പ്രതികളാകേണ്ടതാണ്. അവരെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. കേസെടുത്താൽ മാത്രം പോരാ, ഇതിൽ പ്രതികളായ ആളുകളുടെ സ്വത്ത് കണ്ടുകെട്ടണം. അതിന് ചില നടപടികൾ ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സംസ്ഥാന കോർഡിനേറ്ററായ അനന്തു കൃഷ്ണന്റെ ചില സ്വത്തുവകകൾ പോലീസ് പിടിച്ചെടുത്തത്. യഥാർത്ഥത്തിൽ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഇതിലൂടെ കുറേയാൾക്ക് ജോലി നൽകുമെന്ന് പറഞ്ഞിട്ട് കുറേ പ്രൊമോട്ടർമാരെ നിശ്ചയിക്കുകയും പ്രൊമോട്ടർമാരോട് പറഞ്ഞത് നിങ്ങൾ കുറേ ആളുകളിൽ നിന്ന് അവരോട് പറഞ്ഞ് ഈ അക്കൗണ്ടിലേക്ക് പണം അടച്ചാൽ, പ്രൊമോട്ടർമാരാരും നേരിട്ട് കാശ് വാങ്ങുന്നവരില്ല. എന്നാൽ ജില്ലയിലാകെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന കോൺഗ്രസ് നേതാവ് അധികം കാശ് വാങ്ങിയിട്ട് ഞാൻ അക്കൗണ്ട് വഴി അയച്ചു കൊള്ളാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് പ്രൊമോട്ടർമാരായി ഇതാ നിങ്ങൾക്ക് മാസത്തിൽ ആയിരക്കണക്കിന് രൂപ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ് അവരെയും വഞ്ചിച്ചു, ജനങ്ങളെയും വഞ്ചിച്ചു. ഇത് വലിയൊരു തട്ടിപ്പ് സംഘമാണ്. അപ്പം അതുകൊണ്ട് ഇതിന് സമഗ്രമായ അന്വേഷണം നടത്തി നേതാക്കളടക്കമുള്ള കുറ്റക്കാരെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം. അതോടൊപ്പം ഇതിൽ വഞ്ചിതരായ ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള ജനകീയ പ്രക്ഷോഭവും സംഘടിപ്പിക്കും. ഇവർ ഈ അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണ് കേസെടുത്തത്. ഈ പ്രൊമോട്ടർമാർക്കെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ പരാതി നൽകിയവരൊക്കെ കലക്ടറേയും പോലീസൊക്കെ പറയുന്നത്. അവരുടെ പരാതിയിൽ കേസെടുക്കുന്നില്ല
എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി. അല്ല, പ്രൊമോട്ടർമാർ ഇവരെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കേസെടുക്കണമല്ലോ. ഈ തട്ടിപ്പിൽ സീഡ് നടത്തുന്ന 64 ബ്ലോക്കിലും ഒരു സൊസൈറ്റി ഉണ്ടാക്കി. അവർ നടത്തുന്ന തട്ടിപ്പ് ഒരു പുതിയ തട്ടിപ്പാണ്. അവരുടെ ഏജന്റന്മാരായി അവർ നിയോഗിക്കുന്ന ആളുകൾക്ക് കാശ് വാങ്ങാൻ കഴിയില്ല. എന്നാൽ സമർത്ഥമായി കാശ് വാങ്ങിയവരുമുണ്ട്. അപ്പം അവർ ഈ 64 ബ്ലോക്കുകളിൽ രൂപീകരിച്ച സീഡ് അതിന് അക്കൗണ്ട് നൽകിക്കൊണ്ട് അക്കൗണ്ടിലേക്ക് പണം നേടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് മകന് സ്കൂട്ടർ കിട്ടി. അപ്പോൾ പിന്നെ അച്ഛനും തോന്നി ഇതൊരു നല്ല കാര്യമാണല്ലോ, പകുതി പൈസയല്ലേ മകൻ അടച്ചിട്ടുള്ളൂ, സ്കൂട്ടർ വന്നല്ലോ, എന്നാൽ നീ ഒന്ന് കാര്യം ചെയ്യണോ, ഓൺലൈനിൽ എൻ്റെ പൈസ അടക്കും. അച്ഛൻ്റെ നഷ്ടമായി. ഒരാൾ 80 ലക്ഷം രൂപ പലരോടും പറഞ്ഞിട്ട് അടപ്പിച്ചിട്ടുണ്ട്. 80 ലക്ഷവും വെള്ളത്തിലായി. ഇതിപ്പോൾ ഒരാൾ 6000 രൂപ വീതമാണ് അടച്ചതെങ്കിൽ 2000-ഓളം ആളുകൾക്ക് എത്ര തുക നഷ്ടപ്പെട്ടിട്ടുണ്ടാവും? അപ്പൊ ഇത്തരത്തിൽ തട്ടിപ്പ് അതിവിപുലമാണ്. അവർക്കറിയാം ഇതിൻ്റെ മുഖ്യ തട്ടിപ്പുകാർക്ക്. ഇടനിലക്കാരായ പ്രൊമോട്ടർമാരെ പൈസ വാങ്ങാൻ ഏൽപ്പിച്ചാൽ പൈസ നേരിട്ട് അവിടെ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് പ്രൊമോട്ടർമാരിലെ മഹാഭൂരിപക്ഷവും അവർ നേരിട്ട് കാശ് വാങ്ങുന്ന വിധത്തിലായിരുന്നില്ല. ഇനി ആരെങ്കിലും കാശ് വാങ്ങിയിട്ട് ഇതിൻ്റെ സ്ഥാപന മേധാവിയുടെ കൂടെ നിന്ന് തട്ടിപ്പിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ പേരിൽ നടപടി സ്വീകരിക്കും. ഇത് നേരത്തെ ചിലർ ശ്രദ്ധയിൽപ്പെടുത്തി. ഞാൻ പറഞ്ഞല്ലോ, ഇതാ നാട്ടിലാകെ പകുതി പൈസക്ക് കമ്പനി നേരിട്ട് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സ്ഥിതി വരുന്നുണ്ട്. ഇത് ശ്രദ്ധയിൽ വരുന്നത് എങ്ങനെയാണ്? BJP പ്രധാനമായി ഓൺലൈൻ മെമ്പർഷിപ്പ് പോലെ ഇതും ജനങ്ങളെ കൂടെ നിർത്താനുള്ള ഒരു ഉപാധിയായിട്ട് കണ്ടു. പലരും സംശയം പറഞ്ഞു, ഇതിങ്ങനെ കൊടുക്കാൻ കഴിയില്ലല്ലോ, ബാക്കി പണം ആര് കൊടുക്കും? അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നൽകും എന്ന് പോലും പ്രചരിപ്പിച്ചു. ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു, നമ്മൾ വളരെയേറെ ജാഗ്രത പാലിക്കണം, ഗ്രാമീണ മേഖലയിൽ ഇങ്ങനെ വഞ്ചിക്കാൻ നോക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞത്. അതെ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളെ മുമ്പിൽ വരുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നം സൂചിപ്പിച്ചിട്ടുണ്ട്. സുമേഷ് പോയിട്ടുണ്ട്, നമ്മുടെ ചില പഞ്ചായത്ത് പ്രസിഡന്റുമാർ പോയിട്ടുണ്ട്. അവരാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇതിൻ്റെ ഭാവി എന്താ ആദ്യത്തെ പരസ്യം എന്താ? കമ്പനി വിലക്ക് സാധനം തരും. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. കാരണം CSR കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ശ്രമങ്ങളെ ജാഗ്രതയോടെ കാണണം എന്ന് പാർട്ടി പറഞ്ഞത്. അത് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് ജനപ്രതിനിധികൾ അടുത്ത് വന്നിട്ട് പറയുന്നു, ഇതാ കുറച്ച് തയ്യൽ മിഷൻ വിതരണമുണ്ട്, ഞങ്ങൾ നിങ്ങളൊന്ന് വരണം എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധി പോവുമല്ലോ അതിൻ്റെ വിശദാംശങ്ങൾ നോക്കാതെ. പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ആദ്യം ആളുകൾക്ക് ഇതെല്ലാം കൊടുത്തല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ രണ്ടാമത് പൈസ കൊടുത്തപ്പോൾ അയാൾക്ക് കിട്ടിയില്ല, മകന് കിട്ടി. അപ്പോൾ തട്ടിപ്പിൻ്റെ നല്ല ജനകീയ വിശ്വാസ്യത നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടാണ് പിന്നെ തട്ടിപ്പ്. അല്ലല്ല, പരാതിയൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് BJPയിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതാ ജീവകാരുണ്യ സേവന മേഖലയിൽ ഇടപെടുന്ന ഒരു പ്രവർത്തനം നടക്കുകയാണ്. അങ്ങനെയാണ് വന്നത്. ഇത് സീഡെന്നും സൈനെന്നും പേര് പറഞ്ഞുകൊണ്ട് ഇവർ രംഗത്ത് വന്നത് കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതിയാണ് ഇവർ നടപ്പാക്കുന്നത്. ഇപ്പോൾ ഇതാ വീണ്ടും കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പരിപാടി അവർ നടത്തുകയാണ്. ആ പരിപാടി എന്താ? പെൻഷൻ. പുതിയൊരു സംഗതി ഇപ്പം വന്നിട്ടുണ്ട്, ആളെ ചേർക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി എന്ന് പറഞ്ഞിട്ട് BJPയാണ് രംഗത്ത് വരുന്നത്. ഔദ്യോഗികമായ ഒരു പരിവേഷവും അതിലില്ല.
ഇങ്ങനെ വന്നപ്പോഴാണ് ഇതിൽ പണമടച്ചവർക്ക് ഈ സാധനം കിട്ടുന്നു എന്ന നില വരുന്നത്. അപ്പോൾ പിന്നെ വിശ്വാസ്യതയായി. ആ വിശ്വാസ്യതയെ മുതലെടുത്തിട്ടാണ് പിന്നെ ബാക്കിയുള്ളവർക്ക് കൊടുക്കാതെ തട്ടിപ്പ് നടത്തുന്നത്. അതുകൊണ്ട് പാർട്ടിക്ക് പരാതി കിട്ടിയ പ്രശ്നമല്ല പറയുന്നത്, പാർട്ടിയുടെ ശ്രദ്ധയിൽ വന്ന ആദ്യത്തെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. BJP-യിലേക്ക് ആളെ കൂട്ടാനുള്ള പരിപാടിയായിട്ടാണ് ഇവർ നടത്തുന്നത്. BJP ആയിട്ടല്ലല്ലോ ഇത് വരുന്നത്. അനന്തു കൃഷ്ണനെ നിങ്ങൾ BJP-യുടെ ഏതോ നേതൃനിരയിൽ കാണാൻ കഴിയും. എന്നാൽ പതിവായി അനന്തു കൃഷ്ണനുമായി രാധാകൃഷ്ണൻ ബന്ധം സ്ഥാപിക്കുന്നു എന്നുള്ളത് അന്വേഷണത്തിലൂടെയല്ലേ കണ്ടെത്തുന്നത്. അതുകൊണ്ട് അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന പല സംഘടനകളും നേരായ മട്ടിൽ നടത്തുന്നവരുമുണ്ട്. അതിനെ നേരായ മട്ടിൽ പോകണം. ഇപ്പോൾ IRPC CSR ഫണ്ട് കിട്ടിയിട്ടുണ്ട്, ഡയാലിസിസ് സെൻ്റർ നടത്തുന്നുണ്ട്. അതിനെ വേർതിരിച്ച് കാണണം. ഇത് തട്ടിപ്പ് നടത്തുന്നതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. CSR ഫണ്ട് വാങ്ങുന്നതെല്ലാം തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പാവപ്പെട്ട രോഗികൾക്ക് ഡയാലിസിസ് സൗജന്യ നിരക്കിൽ നൽകുന്നതിനെ എങ്ങനെയാണ് നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുക? അത് രാഷ്ട്രീയം നോക്കി പറയേണ്ട കാര്യമല്ല. പഞ്ചായത്തിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിലടക്കം ഈ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരുന്നു എന്നൊക്കെയാണ്. അതൊക്കെയാണ് വിശ്വാസ്യത ഉണ്ടാക്കുന്നത്. അത് വിശ്വാസ്യത ഉണ്ടാക്കാൻ ആദ്യഘട്ടത്തിൽ ചെയ്യുകയാണിവർ. ഞങ്ങളും അതിൽ കുടുങ്ങിപ്പോകുന്ന വിധത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് ഇതിങ്ങനെ മറനീക്കി പുറത്തു വരുന്നത്. ഇപ്പോൾ ഒരു സംഘം, ഇതിൻ്റെ മറ്റൊരു തൃശ്ശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘം ഉണ്ടല്ലോ, ഏത് നിക്ഷേപ തട്ടിപ്പ്. പിന്നെ നേരത്തെ ഒരു സംഘം ഇൻഷുറൻസ് തട്ടിപ്പായിരുന്നു. വനിതകൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയുള്ളൊരു പദ്ധതിയാണെന്ന് പറഞ്ഞിട്ട് മനോഹരമായ കവർ ചിത്രങ്ങളോടുകൂടി ആകർഷകമായ പ്രചരണവുമായി ഇവിടെ വന്ന് കുറച്ചാളുകളെ നിങ്ങൾ സ്ത്രീകളെ തരണം എന്നൊക്കെ പറഞ്ഞവരാണ്. ഞങ്ങളത് കൊടുത്തിട്ടില്ല. കാരണം ഇതിൻ്റെ ഒരു വിശ്വാസ്യത ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പം ജനങ്ങളിൽ ആദ്യം വിശ്വാസ്യത ഉണ്ടാക്കുക. ചിലർക്ക് സ്കൂട്ടർ കൊടുക്കുക, ചിലർക്ക് തയ്യൽ മെഷീൻ കൊടുക്കുക, ചിലർക്ക് ലാപ്ടോപ്പ് കൊടുക്കുക. അത് വിശ്വാസ്യത ഉണ്ടാക്കിയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ പിന്നീട് മറ്റുള്ളവരുടെ പണം കിട്ടിയപ്പോൾ ഇത് കൊടുക്കാതിരിക്കുന്നത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ അടുത്ത കാലത്ത് നമ്മൾ പറയുന്നത് ആ അടുത്ത കാലത്ത് വിവരം കിട്ടിയതിനെ തുടർന്നാണ്. അതെ, അതല്ല, അതിനു മുമ്പാണ്. ഇതിപ്പോൾ 2022-23 മുതൽ തുടങ്ങിയെന്നല്ലേ റിപ്പോർട്ട്. ആദ്യം ആളുകൾക്ക് കൊടുത്തിരുന്നു ഇവർ, അല്ലെങ്കിൽ ഇത്രയധികം ആളുകൾ ഇതിൽ ചേരുവോ? ആദ്യം കുറേ പേർക്ക് ഇത് കൊടുത്തിരുന്നു. അത് വിശ്വാസ്യത നേടിയെടുക്കാനാണ് എന്നത് പിന്നീടാണ് മനസ്സിലാവുന്നത്. അത് അതിപ്പോഴാണ് അറിയുന്നത്. അല്ലല്ല, അങ്ങനെ അതിനെ പറ്റിയിട്ട് കാണാൻ പറ്റൂല. നേരത്തെ തട്ടിപ്പിന് ഇരയായ ഒരാൾ വീണ്ടും ഇങ്ങനെ രംഗത്ത് വരുന്നത് ഇത്രത്തോളം വിപുലമായി തിരിച്ചറിഞ്ഞപ്പോൾ ഉടൻ തന്നെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു എന്നത് നമ്മൾ കാണണം. ആ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇനിയും കൂടുതൽ ആളുകളെ വഞ്ചിക്കാനുള്ള അവസരം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് അത് അങ്ങനെ വിലയിരുത്തുന്നതിൽ കാര്യമില്ല. നേരത്തെ സത്യസന്ധനായ ആൾ പിന്നീട് തട്ടിപ്പിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടാവും. നേരത്തെ തട്ടിപ്പ് നടത്തി ശീലമുള്ള ആൾ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടാവും. ഏതെല്ലാം പാർട്ടിയിൽപ്പെട്ടവർ പ്രൊമോട്ടർമാരായിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ചിട്ടില്ല. പല പാർട്ടിയിലും പെട്ടവരുണ്ടാവും പ്രൊമോട്ടർമാർ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമ്മാനം അവർക്കും പാരിതോഷികം കമ്മീഷനായിട്ട് അവർക്കും കിട്ടുന്നതല്ലേ. അപ്പോൾ വെറുതെ നിൽക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇതിലൊക്കെ ചേരുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ അവരും വഞ്ചിക്കപ്പെട്ടു എന്നുള്ളത് പിന്നെയാണ് അവർ തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണല്ലോ പ്രൊമോട്ടർമാർ തന്നെ പരാതിയുമായി രംഗത്ത് വന്നത്. APJ അബ്ദുൽ കലാം ഒരു നമ്മുടെ ലൈബ്രറി പ്രവർത്തിക്കുന്നുണ്ട്. അവരും ഇതേ രീതിയിൽ തന്നെ ഈ പകുതി വിലക്ക് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ അവരുടെ പത്രത്തെ പോലെ അതിന്റെ പരസ്യം അത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്ന വിധത്തിലാണെങ്കിൽ സൂക്ഷിക്കണം. തട്ടിപ്പ് നടത്തുന്ന വിധത്തിൽ അവർ മാറിയിട്ടുണ്ടെങ്കിൽ അത് ആരും തന്നെ ആ വഞ്ചനയിൽ കുടുങ്ങിപ്പോകാൻ പാടില്ല. മാസത്തിൽ കുറി നടത്തിയിട്ട് കൊടുക്കുന്ന ചില സ്ഥാപനങ്ങൾ ഇപ്പോഴുണ്ട്. ചില മെറ്റീരിയൽസ് കൊടുക്കുന്നവരുണ്ട്. അതിലൊക്കെ കുറേ ഇളവ് കിട്ടും. പക്ഷെ അതുപോലെ
സംഘടിതമായി ആയിരക്കണക്കിന് ആളുകൾക്ക് സ്കൂട്ടർ പാതി വിലക്ക് അതത്ര എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് പണം വന്നു എന്നുള്ളത് ബോധ്യമായ കാര്യമായി. കോടതി അതെല്ലാം പരിശോധിക്കട്ടെ. ഇപ്പം മുൻകൂർ ജാമ്യാപേക്ഷ അവർ കൊടുത്തിട്ടുണ്ട്, കൊടുത്തതിന്മേൽ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്, അതെല്ലാം കോടതി പരിശോധിക്കട്ടെ. അതെ, അല്ല, പരാതിയുടെ വിശദാംശങ്ങൾ പോലീസ് പരിശോധിച്ചു വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഗൗരവം നിസ്സാരമല്ല. കാരണം ആയിരക്കണക്കിന് ആളുകളെ വഞ്ചിച്ച ഒരു സംഭവത്തിലാണ് ഇവരെല്ലാം അകപ്പെട്ടിട്ടുള്ളത്. ഇപ്പം അനന്തകൃഷ്ണൻ തന്നെ പറഞ്ഞത് പലതും തെളിയുമെന്നല്ലേ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ? അനന്തു മാത്രമല്ല വൻ സ്രാവുകൾ കൂടി വരാനുണ്ട് എന്നല്ലേ. ഓക്കെ, അല്ലല്ല, പക്ഷെ ഇപ്പൊ കേസെല്ലാം എടുത്തല്ലോ. പ്രധാനമായി പറയുന്ന ഈ ഇരയായിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഈ ഇതിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിച്ച ഒരാൾ അവർക്ക് ഉൾപ്പെടെ അവരുടെ അക്കൗണ്ടിലേക്ക് ഉൾപ്പെടെ പണം കൊടുത്തിട്ടുണ്ടായിരുന്നു. മെമ്പർഷിപ്പ് ഫീസായിട്ടും ചെറിയ ചെറിയ തുകകളായിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പണം എവിടെ പോയി എന്ന കാര്യം ഇപ്പോഴും വ്യക്തമാവുന്നില്ല എന്നുള്ളതാണ് ഈ പരാതിക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാം പറയുന്നത്. അപ്പൊ അവർക്കെതിരെ പോലീസ് ഇപ്പോഴും കേസെടുക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല എന്ന് വ്യാപകമായി വളപട്ടണത്തുണ്ട്, അതുപോലെ തന്നെ മയ്യിലുണ്ട്, അങ്ങനെ ഒരു 10, 20, 500 പരാതിക്കാർ ഇതേ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ പോലീസ് അക്കാര്യത്തിൽ കൂടി ഒരു പണം ജനങ്ങളിൽ നിന്ന് ഈടാക്കി വഞ്ചിച്ച ആളുകൾ ആരൊക്കെയാണോ അവരൊക്കെ ഇതിൽ പ്രതിസ്ഥാനത്താവേണ്ടതാണ്. ജനങ്ങളിൽ നിന്നും പണം സ്വീകരിച്ചു അവർക്ക് പണത്തിന് പകരം പണമോ മെറ്റീരിയൽസോ കൊടുക്കാത്തവരാണെങ്കിൽ അവരെല്ലാം ഉത്തരവാദികളാവും. കാരണം എൻ്റെ പണം വേറൊരാൾ ഇന്നത് തരുമെന്ന് പറഞ്ഞ് ആ അക്കൗണ്ടിൽ എം വി ജയരാജൻ്റെ അക്കൗണ്ടിൽ വേറൊരാൾ പണം നിക്ഷേപിച്ചിട്ട് ഞാൻ പണമോ അല്ല സാധനമോ കൊടുക്കുന്നില്ലെങ്കിൽ അതിൽ ജയരാജന് ഉത്തരവാദിയാണ്. യെസ്, അതല്ല, സ്കൂട്ടർ കിട്ടുമെന്ന് പറഞ്ഞ് പൈസ കൊടുത്തവര് നിരപരാധികളാണ്. അവർ വേറെയാളിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുത്തരവാദികളാണ്. ഇപ്പം ഞാനിതാ സ്കൂട്ടറിന് പൈസ കൊടുത്തിട്ടുണ്ട്, ആ 60,000 കൊടുത്തപ്പോൾ എനിക്ക് കിട്ടീനെ, നിങ്ങൾ കൂടി അടച്ചാൽ ഇതാ ഞാൻ തന്നെ അടക്കാം, മറ്റേയാൾക്ക് കിട്ടിയിട്ടില്ല, ഇയാൾ ഉത്തരവാദിയാണ്. അങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്. ഒരു മണി ചെയിൻ പോലെ ചിലർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അപകടമാണ്. പക്ഷെ മഹാഭൂരിപക്ഷവും ഈ തുക ഒരു നിശ്ചിത അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ബജറ്റ് എങ്ങനെയാണ് പരിശോധിച്ചിരുന്നു? അല്ല, ഞാനത് വിശദാംശങ്ങൾ നോക്കിയില്ല, നോക്കണം.